ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ നടന്ന സ്പെയിൻ വിറ്റ്സ് ബെൽജിയത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു ടീം അതിൻ്റെ അവസാനം നമ്മൾ വിശ്വാസം എന്നുണ്ടല്ലോ, ആ വിശ്വാസം കൈവിടാതിരിക്കും മറ്റ് ടീം എന്നുള്ളത് നമ്മുടെ ചെറിയ പിഴവിന് വലിയൊരു വിലയാണ് ആ ടീമിന് നൽകേണ്ടി വരുന്നത്. അതെ, നമ്മുടെ ഒരിക്കൽ കൂടി തെളിയുകയാണ്. അവസാന വിസിൽ മുഴുകും വരെ എന്താ ഒരു ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ നടന്ന കളിയിൽ നമുക്ക് മനസ്സിലായത്. അതെ, സ്പെയിൻ ബെൽജിയം യൂറോപ്പിലെ രണ്ട് ശക്തരായ ടീമുകൾ നേർക്കുനേർ വന്നപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ വളരെ മനോഹരമായ, വളരെ ആവേശോജ്വലമായ മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. നമ്മൾ ഓരോ നിമിഷവും നമുക്ക് വളരെയധികം ഫുട്ബോളിൻ്റെ കളി കാണാൻ ആഗ്രഹിക്കും പോലെ വളരെ മനോഹരമായ നിമിഷങ്ങൾ തന്നാണ് ഈ കളി അവസാനിച്ചത്. അങ്ങനെ ബെൽജിയത്തിൻ്റെ ഒരു ചെറിയ പിഴവ്, അവർ കൃത്യമായ ഫിനിഷിങ്, അതാണ് നമ്മുടെ സെമി ഫൈനലിലേക്ക് നമ്മുടെ സ്പെയിൻ കടക്കാനുണ്ടായത്. അപ്പോൾ ഈ വീഡിയോയിലെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക. കളിയുടെ ഓരോ നിമിഷത്തെയും എവിടെയാണ് ബെൽജിയത്തിന് പഴച്ചത്, എവിടെയാണ് സ്പെയിൻ മെച്ചപ്പെടേണ്ടത്, ഇനി സ്പെയിൻ്റെ അടുത്ത കളി ആരോടാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സ്പെയിൻ ബെൽജിയത്തിൽ നടന്ന ക്വാർട്ടർ മത്സരത്തിലെ എല്ലാ വിശദമായ വിവരങ്ങളും, എവിടെയാണ് അവർ ഗോൾ അടിച്ചത്, എങ്ങനെയാണ് ഇവർക്ക് പിഴവ് സംഭവിച്ചത്, എല്ലാ കാര്യം വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായി വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വിസിലൂതി പ്രതീക്ഷ പോലെ തന്നെ സ്പെയിൻ തന്നെയായിരുന്നു പന്ത് കൈവശം വയ്ക്കിയത്. സ്പെയിൻ്റെ കളി അങ്ങനെയാണല്ലോ, കൈവശം വെച്ച് പന്ത് പാസ് നൽകിയാണ് സ്പെയിൻ്റെ ടിക്ടാക്ക് ഗെയിം, വിങ്ങിലൂടെ പോകുന്ന കളി. അതെ, ആ കളി തന്നെയാണ് സ്പെയിൻ കാഴ്ചവെച്ചത്. അങ്ങനെ തുടക്കം മുതൽ അവരുടെ ആ ശൈലി പുറത്തെടുത്തു. അങ്ങനെ ചെറിയ പാസുകളിലൂടെ അവർ മുന്നേറാൻ ശ്രമിച്ചു. ബെൽജിയം ആവട്ടെ തുടക്കം തന്നെ പ്രതിരോധത്തിൽ ഇറങ്ങി. കാരണം വെച്ചാൽ അവരുടെ ഈ പന്ത് കൈവശം കൂടുതലും സ്പെയിൻ്റെ കയ്യിലായ കാരണം ബെൽജിയത്തിൻ്റെ താരങ്ങൾക്ക് പന്ത് തൊടാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം സ്പെയിൻ വളരെ പാസ് ചെയ്ത് ടിക്ടാക്ക് ഗെയിമിലൂടെ കളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബെൽജിയം ആണെങ്കിൽ പ്രതിരോധത്തിൽ ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനെ പന്ത് പാസ് ചെയ്യലല്ല, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറയുമ്പോൾ അവർ അറ്റാക്കിംഗ് ആണ്. കിട്ടിയ അവസരം അവർ നേരെ ഗോൾ അടിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് അവർ ഭയങ്കര ആക്രമണോത്സവമായുള്ള കളി കളിക്കുന്നവരാണ് ബെൽജിയം. അതേപോലെ തന്നെ സ്പെയിൻ ടിക്ടാക്ക് ഗെയിമിലൂടെ ഇങ്ങനെ പതുക്കെ കളി വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി പന്ത് സ്പെയിൻ്റെ കയ്യിലായിരുന്നു. നമ്മുടെ സ്പെയിൻ്റെ മിഡ്ഫീൽഡർമാർ പന്ത് കൈവശം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വശത്ത് നമ്മുടെ ചില സമയത്ത് നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ സ്പെയിൻ്റെ ചില അറ്റാക്കുകൾ നടന്നിരുന്നു. എങ്കിലും ബെൽജിയം വളരെ ക്ഷമയോടുകൂടിയാണ് കളി കഴിച്ചത്. അങ്ങനെ ബെൽജിയത്തിൻ്റെ ക്ഷമയും ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്കും ഇങ്ങനെ സാധാരണ ഒരു സ്പെയിൻ്റെ കളി കാണുന്നവർക്കറിയാം, ഒരു സ്റ്റൈലിഷ് ഇങ്ങനെ കളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു കളി ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവസാനം 30-ാം മിനിറ്റിലാണ് അങ്ങനെ സ്പെയിൻ്റെ ആധിപത്യം തുടക്കം സ്ഥാപിക്കുന്നത്. അതേ, മനോഹരമായ ഒരു ടീം മൂവ് എന്ന് തന്നെ പറയാം. അവരുടെ കളി കാണുന്നവർക്ക് ഭയങ്കര രസമാണ്. അവരുടെ കളി ടീം മൂവ് കാണുമ്പോൾ ടീം മൂവിൻ്റെ തന്നെ ഒരു ഇതാണ്. പന്ത് അവസാനം റുയാസിൻ്റെ കാലിലെത്തി. റുയാസിൻ്റെ മനോഹരമായ ഒരു മടിയും കൂടാതെ മനോഹരമായ ഒരു ഗോൾ അടിച്ചു. അങ്ങനെ സ്പെയിൻ 1-0 മുന്നിലെത്തി. ബെൽജിയം ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഷോട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു. അങ്ങനെ 1-0 30-ാം മിനിറ്റിൽ സ്പെയിൻ മുന്നിലെത്തി. ഈ കളിക്ക് ശേഷം സ്പെയിൻ കൂടുതൽ ആക്രമണോത്സവം കാണിച്ചു. കൂടുതൽ ആത്മവിശ്വാസം അവർക്ക് കളി കൂടുതൽ നിയന്ത്രിച്ചു. അവർ ഗോൾ അടിച്ചു. അപ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസം, ഈ കളി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ അവർ തീരുമാനിച്ച് കളിച്ചു. എന്നാൽ ബെൽജിയം ഒരിക്കലും വിട്ടുകൊടുത്തിരുന്നില്ല. ബെൽജിയമും ക്രമേണ ആക്രമണം തുടങ്ങി. അവർ പ്രതിരോധത്തിൽ നിന്ന് പതുക്കെ മാറി ആക്രമണത്തിലേക്ക് കയറിക്കൊണ്ട് അങ്ങനെ 41-ാം മിനിറ്റിലാണ് സംഭവിച്ചത്. 41-ാം മിനിറ്റ് ബെൽജിയത്തിൻ്റെ ചാൾസ് നല്ല ലഭിച്ചൊരു അവസരം കറക്റ്റായി ശാന്തമായി അടിപൊളിയായിട്ട് ഒരു ഷാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്തു. അങ്ങനെ സമനില ഗോൾ നേടി. അങ്ങനെ ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഗോൾ പോലും വഴങ്ങാതിരുന്ന സ്പെയിൻ്റെ ആദ്യമായൊരു ഗോൾ അടിച്ചത് ബെൽജിയമാണ്. ബെൽജിയത്തിൻ്റെ ചാൾസാണ്. അങ്ങനെ ഒന്നാം പകുതി അവസാനിക്കുക ബെൽജിയം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇതുവരെ അവർ ഗോൾ കീപ്പറോടൊക്കെ അവർ പമ്പൻ പ്രതിരോധമാണെങ്കിൽ ഭയങ്കര പ്രതിരോധമാണ്. അങ്ങനെ ഗോൾ കീപ്പറോടൊക്കെ ഇതുവരെ കളിച്ച 6 കളികളിൽ, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഗെയിംസിലും ബാക്കിയത്തെ 32 ഇപ്പോൾ 60 എല്ലാത്തിലും വന്നപ്പോൾ ഒരു ഗോൾ പോലും വഴങ്ങാത്തൊരു ടീം തന്നെയാണ് നമ്മുടെ സ്പെയിൻ. ആ ഗോളിലേക്കാണ് ആദ്യം നമ്മുടെ ചാൾസ് പോയി. വെറും 41-ാം മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ അടിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാറായി. 1-1 ഗോൾ അവസാനിച്ചു. അങ്ങനെ 1-1 നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയാണ്, സമനിലയിലേക്കാണ് പോകുന്നത്. ബെൽജിയം ഇവരുടെ കളിയിൽ നേരത്തെ ഈ പറഞ്ഞ ഇതുവരെ കളിച്ച കളിയിൽ നമ്മുടെ സ്പെയിൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ളത്. ബെൽജിയത്തിന് ജയിക്കാനേ പറ്റിയില്ല. ഇവർ തമ്മിൽ നേരത്തെ ഏറ്റുമുട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ആവേശകരമായിരിക്കും. കാരണം 1-1 സ്പെയിനിൽ ഇതുവരെ ഗോൾ വഴങ്ങുന്ന സ്പെയിനിലേക്ക് ഗോൾ പോസ്റ്റിലേക്ക് ഗോളടി വന്നു. ബെൽജിയം തിരിച്ചു വന്നു. അങ്ങനെ ബെൽജിയത്തിൻ്റെ കളിയും ഇനി കാണാനിരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു.
അങ്ങനെ സെക്കൻഡ് ഹാഫ് വിസിലൂതിയ മുതൽ പിന്നെയും നമ്മുടെ സ്പെയിൻ സാധാരണ ടിക്ടാക് ഗെയിം തന്നെ തുടർന്നു. നമ്മുടെ ബെൽജിയമാണ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് വഴങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ സമനിലയാണ്. ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് വഴങ്ങി അവരെല്ലാവരും മാക്സിമം നല്ല സ്പെയിൻ്റെ അറ്റാക്കുകൾ മാക്സിമം തടഞ്ഞു. ഇടയ്ക്ക് ബെൽജിയം ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ബെൽജിയം ഒന്നും ചെയ്തിരുന്നില്ല. ബെൽജിയം അവിടെ മിഡ്ഫീൽഡിൽ തന്നെയാണ് തുടർച്ചയായി സ്പെയിൻ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യ പകുതിയേക്കാൾ ശക്തമായ പ്രതിരോധം തന്നെയാണ് ബെൽജിയം പിന്നീട് ഉയർത്തിയത്. നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ അവർ കളിച്ചു എന്ന് എനിക്ക് പറയാം. പ്രതിരോധ നിര വളരെ അച്ചടക്കത്തോടെ കളിച്ചു. നമ്മുടെ സ്പെയിൻ്റെ പാസിംഗ് മൂവുകൾ തടയാനും അവരെ സ്പെയിൻ ബോക്സിനുള്ളിലേക്ക് വരാനും അവർ നന്നായി തന്നെ കളിച്ചു. കിട്ടിയ അവസരങ്ങളെല്ലാം കൗണ്ടർ അറ്റാക്കിലൂടെ നമ്മുടെ ബെൽജിയം അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് പോണ അവസ്ഥയിലേക്ക്. കാരണം നിരവധി അവസരങ്ങൾ സ്പെയിന് കിട്ടി. സ്പെയിൻ അവസരങ്ങൾ കിട്ടിയില്ല എന്നല്ല, നിരവധി അവസരങ്ങൾ കിട്ടി. പക്ഷേ സ്പെയിൻ അതൊന്നും മുതലാക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെയിൻ്റെ നെഗറ്റിവിറ്റി അത് തന്നെയാണ്. കാരണം അവസരങ്ങൾ കിട്ടിയത് മുതലാക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം മറ്റേ ടീം എന്ന് പറയുന്ന പോലെ അറ്റാക്ക് ഒരു അവസരം കിട്ടിയാൽ അവർ അത് എന്താ പറയുക, അത് മുതലാക്കും. പക്ഷേ നമ്മുടെ സ്പെയിൻ്റെ പ്രത്യേകത എത്ര അവസരം കിട്ടിയാലും അവർ മുതലാക്കില്ല. അത് തന്നെയാണ് അവരുടെ ഒന്നാമത്തെ നെഗറ്റിവിറ്റി. അങ്ങനെ സ്പെയിൻ 1-1 അവസാന കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു അവസാന നിമിഷത്തിലേക്ക് തന്നെ പോകണു എന്നൊരു അവസാന 5 മിനിറ്റിലേക്ക് കളി നീങ്ങി. വളരെ എന്താ പറയുക, ഇനി അടുത്ത് സമനിലയിലേക്കാണോ പോകുന്നത് എന്ന് അറിയത്തില്ല. ആ രീതിയിലായിരുന്നു കളി ഇങ്ങനെ പോയി 1-1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം പിന്നെ സ്പെയിന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്പെയിൻ്റെ ആക്രമണം തുടങ്ങും. ഭയങ്കര ആക്രമണമാണ്. പിന്നെ അവർക്ക് പിടിച്ചേ കിട്ടില്ല. കാരണം വെച്ചാൽ അവർക്ക് വിജയിച്ചേ പറ്റൂ. കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താണ്. 2010 അവർ വേൾഡ് കപ്പ് നേടിയത് നെതർലാൻഡിനെതിരെ. അതും കഷ്ടപ്പെട്ടാണ് ജയിച്ചതെന്ന് കളി കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഒരു വേൾഡ് കപ്പ് എന്ന് സ്വപ്നമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇതുക്കുള്ള അവസരം കിട്ടാനില്ല. ഇത് കളിച്ചാൽ സ്പെയിൻ സെമിയിലേക്ക് കയറാം. അപ്പോൾ എങ്ങനെയായാലും അവർക്ക് ജയിച്ചേ പറ്റൂ. അങ്ങനെ 1-1 ഇങ്ങനെ കളി നിൽക്കുകയാണ്. അങ്ങനെ 88 മിനിറ്റിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഗോൾ കീപ്പറെ, ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പറെ എന്താ പറയുക, അവർ ചെറിയൊരു പിഴവ് തന്നെയെന്ന് പറയാം. ഒരു ചെറിയൊരു പിഴവാണ് പുള്ളി ആ ചെറിയൊരു പിഴവ് നമ്മുടെ ഒരു നിമിഷം പോലും വൈകാതെ നമ്മളെ മിഖേൽ മെറീനോ എന്ന് പറഞ്ഞാൽ ഗോളടിച്ചു. അങ്ങനെ സ്പെയിൻ 2-1 മുന്നിലെത്തി. ഈ പറയുന്ന പോലെ ഇതിന് മുന്നേ ഒരു 88 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ബെൽജിയം കൂടുതലും പ്രതിരോധത്തിലേക്കാണ് നീങ്ങിയത്. കാരണം വെച്ചാൽ ഇവർ അടുത്ത ഒരു എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചോ എന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ മാക്സിമം പ്രതിരോധത്തിലേക്കാണ് ബെൽജിയം വഴങ്ങിയത്. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും. അങ്ങനെ ഒരു ചെറിയൊരു അശ്രദ്ധ, ചെറിയൊരു ഗോൾ കീപ്പറുടെ ചെറിയൊരു പിഴവ് മൂലം മാത്രമാണ് 88 മിനിറ്റിൽ നമ്മുടെ പകരക്കാരനെ മിഖേൽ മെറീനോയുടെ ഗോള് അങ്ങനെ 2-1. ഈ ഗോൾ വന്നതോടെ സ്റ്റേഡിയം ആകെ ആർത്തുലുമ്പുകയായിരുന്നു. കാരണം സ്പാനിഷ് 88 മിനിറ്റായി 2-1 മുന്നിലായി. ഇനി ഒരു തിരിച്ചുവരവ് ബെൽജിയത്തിന് ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായും സ്പെയിനിലെ ആരാധകർ എല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ 2-1 കളി തുടങ്ങി. അങ്ങനെ കുറച്ച് മിനിറ്റ് ബെൽജിയം സമനിലയ്ക്കായി പൂർണ്ണ ശക്തിയോടെയാണ് ആക്രമണം. നീളൻ പാസുകൾ, അതായത് നീളം പാസുകളും ക്രോസുകളും ബെൽജിയത്തിൻ്റെ അറ്റാക്കാണ് പിന്നീട് കണ്ടത്. പക്ഷേ നമ്മുടെ സ്പെയിൻ്റെ പ്രതിരോധം അത്ര മോശമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പെയിൻ 6 കളികളിലും ഗോൾ വഴങ്ങാതിരുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ സ്പെയിൻ മാക്സിമം പ്രതിരോധിച്ചു. അങ്ങനെ നമ്മുടെ ഒടുവിൽ റഫറി വിസിൽ മുഴങ്ങി. അങ്ങനെ 2-1, അതായത് സ്പെയിൻ 1 ബെൽജിയം 1, അങ്ങനെ 2-1 നമ്മുടെ കളി അവസാനിച്ചു. അങ്ങനെ സ്പെയിൻ നമ്മുടെ സെമി ഫൈനലിലേക്ക് കടന്നു. സ്പെയിനിൻ്റെ കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിനിൽ 2010 ശേഷം അവർ നല്ലൊരു കളി കളിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 2026 ഒരു വേൾഡ് കപ്പ് അവർക്കാവട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കളി പോകുന്നത്. പക്ഷേ ഈ കളി കൊണ്ട് ഇനിയുള്ള കളികളിൽ എത്രത്തോളം മെച്ചപ്പെടും എന്ന് നമുക്കറിയത്തില്ല. കാരണം ഇനി നേരിടാൻ പോകുന്ന ഫ്രാൻസിൻ്റെ അടുത്ത് ഈ ടിക്ടാക് ഗെയിമും കൊണ്ട് ചെന്ന്, അതായത് ഈ പാസും പിടിച്ച് ഇങ്ങനെ മാക്സിമം ടൈം പന്ത് കൈവശപ്പെടുത്തി പതുക്കെ പോയി കഴിഞ്ഞാൽ എന്താകും എന്ന് നമുക്കറിയത്തില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നത് അവർ ഈ ടിക്ടാക്ക് ഗെയിം നടത്തി വിങ്ങിലൂടെ കൊണ്ടുപോയി ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം വെച്ചാൽ അതൊന്നും ഈ ഫ്രാൻസിൻ്റെ അടുത്ത് നടക്കില്ല. ഫ്രാൻസ് ചെറിയ പിഴവ് മതി. ഫ്രാൻസ് നേരെ അടിച്ച് കയറ്റും. ഫ്രാൻസിന് നമുക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഈ കളിയായിട്ട് ഫ്രാൻസിൻ്റെ അടുത്ത് ചെന്നാൽ എത്രത്തോളം വിജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫ്രാൻസ് അങ്ങനത്തെ ടീമല്ല. ഈ ബെൽജിയത്തെ പോലെ നിൽക്കുന്ന ടീമല്ല ഫ്രാൻസ്. ഒരവസരം കിട്ടിയാച്ചാൽ മതി, ഫ്രാൻസ് അടിച്ച് കയറ്റും. അതുകൊണ്ട് തന്നെ
നല്ലൊരു ഗെയിം തന്നെയായിരിക്കും സെമി ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1-1 നമ്മുടെ ബെൽജിയം സെമി ഫൈനലിലെത്തി. സെമി ഫൈനലിൽ പിന്നെ ഫ്രാൻസിൻ്റെ ഒരു ബെൽജിയത്തിൻ്റെ ചെറിയ പിഴവാണ് ഫ്രാൻസിന് സ്പെയിന് ഈ സെമി ഫൈനലിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ ഫ്രാൻസ് അടുത്ത് നേടുന്ന ഫ്രാൻസാണ്. ഫ്രാൻസ് മോശക്കാരല്ല. അപ്പോൾ നല്ലൊരു ഗെയിം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി സ്പെയിൻ്റെ യാമാലും എല്ലാവരും അപ്പം കുറച്ചും കൂടെ ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവരാരും അടിച്ചില്ല. അങ്ങനെ നമ്മുടെ മെറീനോ ആണ് പകരക്കാരനായിരിക്കും. മെറീനോ ആണ് അവസാനം ഗോൾ അടിച്ചത്. അങ്ങനെ ഫ്രാൻസിനെ മുന്നിട്ട് എത്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ കളിയെ കുറിച്ച് നിങ്ങൾ ആരായിരിക്കും ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? റൂയിസ് ആണോ, അതായത് ഫസ്റ്റ് ഗോൾ അടിച്ചവനാണോ, അതോ മെറീനി ആണോ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും ആണോ? എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരാണ് മാൻ ഓഫ് ദ മാച്ച് എന്ന്. അങ്ങനെ ഒരവസരം കിട്ടിയാൽ ഗോളാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അതാണ് ഫ്രാൻസ്. ഒരവസരം കിട്ടിയാൽ അവർ ഗോളാക്കും. അത് പറ്റാതെ വന്നു കഴിയുമ്പോഴാണ് ഈ സ്പെയിനെ സംബന്ധിച്ച് നിരവധി അവസരങ്ങൾ കിട്ടിയാലാണ് ഒരു ഗോളാക്കണം. അപ്പോൾ ഇന്നത്തെ കളികൾ എത്രത്തോളം കടുപ്പമേറിയതാകുമെന്ന് ഫ്രാൻസിന് ഇനി സ്പെയിന് ഫൈനലിലേക്കുള്ള പ്രവേശനം വേണമെങ്കിൽ ഫ്രാൻസ് എന്നൊരു വലിയ മല കടക്കണം. അത് എത്രത്തോളം കടക്കാൻ പറ്റും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.